നമസ്കാരം കൂട്ടുകാരെ. അപ്പോൾ നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും, അവസരങ്ങളുടെ വലിയൊരു ശേഖരവുമായിട്ട് 2019 ശേഷം ഇപ്പോൾ ഈ വർഷം RRB NTPCയുടെ എക്സാം നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഡിഗ്രി ലെവൽ എക്സാംസിൻ്റെ ആ ഒരു രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത് ഇന്ന് 14/9/2024 മുതലാണ്. അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈനായിട്ട് RRB ഓൺലൈൻ സൈറ്റ് വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. അണ്ടർ ഗ്രാജുവേറ്റ് തസ്തികയിലേക്കുള്ള അപേക്ഷ 21/9/2024 മുതൽ ആരംഭിക്കും. ഗ്രാജുവേറ്റ് ലെവലിൻ്റെ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ഒക്ടോബർ മാസം 13 വരെയാണ്. അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ ഒക്ടോബർ 20 വരെയുമാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി. അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള നോട്ടിഫിക്കേഷനൊക്കെ പുറത്തിറങ്ങിയതിന് ശേഷം നമുക്ക് സംസാരിക്കാം. ഗ്രാജുവേറ്റ് ലെവലിൻ്റെ കാര്യത്തിൽ ഒക്ടോബർ 14 മുതലാണ് പേയ്മെൻറ്റ് ചെയ്തു തുടങ്ങേണ്ടത്. അതായത് ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ട അവസാന തീയതി കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്തു തുടങ്ങണം. ഒറ്റ ദിവസം മാത്രമേ പേയ്മെൻറ്റ് ചെയ്യാനായിട്ടുള്ള ആ ഒരു ഡ്യൂറേഷനുള്ളൂ. 15/10/2024 അവസാന തീയതി പേയ്മെൻറ്റ് ചെയ്യാനുള്ളത്. ആപ്ലിക്കേഷൻസിൽ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടോ എന്ന് നോക്കാൻ ഒക്ടോബർ 16 മുതൽ 25 വരെ സമയം നൽകിയിട്ടുണ്ട്. തെറ്റായ വിവരങ്ങൾ ആപ്ലിക്കേഷൻസിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റിജക്ഷന് കാരണമാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കറക്ഷന് നൽകിയിരിക്കുന്ന ആ ഒരു അവസരം കൃത്യമായിട്ട് എടുക്കാനായിട്ട് ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കണം. അങ്ങനെ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് തിരുത്തി നൽകാനായിട്ടാണ് ഇത്ര ദിവസം അവർ നൽകിയിരിക്കുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ ഫീസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഫീസ് അടയ്ക്കേണ്ടത് 14 15 ഒക്ടോബർ മാസം 14 15 ഫീസ് അടയ്ക്കാനായിട്ട് നൽകിയിരിക്കുന്നത്. ഫീസ് ജനറൽ കാറ്റഗറിക്കാർക്ക് 500 രൂപയും SC STക്കാർക്ക് 250 രൂപയുമാണ്. അപ്പോൾ ഇതിൽ രജിസ്ട്രേഷൻ നമ്മൾ ചെയ്യുന്ന സമയത്ത്, നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു സമയത്ത് നമ്മളൊരു അക്കൗണ്ട് ഡീറ്റെയിൽ നൽകിയിട്ടുണ്ടാവും. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് അവിടെ നൽകണം. അപ്പോൾ അതെന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ എക്സാംസിൽ ജനറൽ കാറ്റഗറിക്കാരുടെ കയ്യിൽ നിന്നും 500 രൂപ വാങ്ങുന്നു. പക്ഷേ നമ്മൾ CBT 1 ആദ്യത്തെ ഫേസ് എക്സാം എഴുതി കഴിഞ്ഞാൽ ഉടനെ നമുക്ക് 400 രൂപ തിരിച്ച് ലഭിക്കുന്നതായിരിക്കും. SC STക്കാർക്ക് അത് ഫീസ് ഒന്നും തന്നെ ഈടാക്കില്ല, 250 രൂപയും റീഫണ്ട് ചെയ്യും. അപ്പം അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ ഒരു എക്സാമിനുണ്ട്. ഇനി ഇതിൻ്റെ ഒരു എലിജിബിലിറ്റി എന്താണെന്ന് നോക്കിയാൽ, നമ്മൾ ഗ്രാജുവേറ്റ് ലെവൽ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഡിഗ്രി ഉണ്ടാവണം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഡിഗ്രി ഉണ്ടാവണം എന്നാണ് പറയുന്നത്. ലാസ്റ്റ് ഇയർ എക്സാംസ് എഴുതിയ ആളുകൾ, അതിൻ്റെ റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളുകൾ, അവർക്കൊന്നും തന്നെ ഈ ഒരു പരീക്ഷയിൽ അപേക്ഷിക്കാനായിട്ട് സാധിക്കില്ല. കാരണം ഇത് ഗ്രാജുവേറ്റ് ലെവൽ എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുന്നു. ഡിഗ്രി ഉള്ളവർക്ക് മാത്രമേ എഴുതാൻ പറ്റൂ. സർട്ടിഫിക്കറ്റ് കയ്യിൽ ഉണ്ടാവണം. പിന്നെ ഏജിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 18 മുതൽ 36 വയസ്സ് വരെയാണ് ഇത് എഴുതാനായിട്ട് കഴിയുന്നത്. കോവിഡ് കാരണം ഒരു 3 വർഷം എക്സ്ട്രാ കൊടുത്തിരിക്കുകയാണ്. സാധാരണഗതിയിൽ 18 മുതൽ 33 ആയിരുന്നു. ഈ വർഷം അത് 3 വർഷം കൂടി ഇരട്ടിപ്പിച്ച് കൂടുതലായിട്ട് നൽകിയിരിക്കുന്നു. 18 മുതൽ 36 വയസ്സ് വരെയാണ് ഇതിൻ്റെ ഏജ് എലിജിബിലിറ്റി എന്ന് പറയുന്നത്. ഇനി ഒഴിവുകളുടെ കാര്യം പറഞ്ഞാൽ, ഗ്രാജുവേറ്റ് ലെവലിൽ ആകെ 8113 വേക്കൻസീസ് നിലവിലുണ്ട്. 5 തസ്തികകളിൽ നിന്നാണ് ഇത്രയും ഒഴിവുകൾ വന്നിരിക്കുന്നത്. 5 തസ്തികകൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ, ചീഫ് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് എക്സാമിനർ, സ്റ്റേഷൻ മാസ്റ്റർ, ഗുഡ്സ് ട്രെയിൻ മാനേജർ, ജൂനിയർ അക്കൗണ്ടൻറ്റ് കം ടൈപ്പിസ്റ്റ്, സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് എന്നിവയാണ് ഈ 5 തസ്തികകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ സോണിലും ഇതിൽ വ്യത്യാസമുണ്ട്. അതിൽ വേക്കൻസീസിൻ്റെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതൊക്കെ സോണിലാണ്, എത്രയൊക്കെ വേക്കൻസീസാണ് നിലവിലുള്ളതെന്ന് നമുക്ക് നോക്കാം. അതിനുശേഷം നിങ്ങൾക്ക് തീരുമാനിക്കാം ഏത് സോണിൽ പരീക്ഷ എഴുതണമെന്നത്. അത് നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്, ഏത് സോണിലാണ് നിങ്ങൾ പരീക്ഷ എഴുതുന്നത് എന്നുള്ളത്. അപ്പോൾ നിലവിൽ ഈ ഗ്രാജുവേറ്റ് ലെവലിൽ ഏതൊക്കെ സോണിൽ എത്രയൊക്കെ വേക്കൻസീസ് ഉണ്ടെന്ന് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. അഹമ്മദാബാദ് 516, അജ്മീർ 132, ബംഗളൂരു 496, ഭോപ്പാൽ 155, ഭുവനേശ്വർ 758, ബിലാസ്പൂർ 649, ചണ്ഡീഗഡ് 410, ചെന്നൈ 436, ഗോരഖ്പൂർ 129, ഗുവാഹട്ടി 516, സിലിഗുറി 40, തിരുവനന്തപുരം 174, ജമ്മു കാശ്മീർ 145, കൊൽക്കത്ത 1382, മാൽഡ 198, മുംബൈ 827, മുസാഫർപൂർ 12,
പ്രയാഗ്രാജ് 227, പാറ്റ്ന 111, റാഞ്ചി 322, സെക്കൻഡറാബാദ് 478. അപ്പം ഇതൊക്കെയാണ് വേക്കൻസീസിൻ്റെ നില എന്ന് പറയുന്നത്. ഈ സോണുകളിലൊക്കെ ഇത്ര വേക്കൻസീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് നോക്കിയിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം ഏതൊരു സോണിലേക്ക് പരീക്ഷ എഴുതണം എന്നൊക്കെ. ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ള സോണിൽ എഴുതിയാൽ കിട്ടാനുള്ള സാധ്യത കൂടുതലായിരിക്കും. എന്നാലും നിങ്ങളുടെ യാത്ര ചെയ്ത് അവിടെ എത്താനായിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ട് ഒക്കെ പരിഗണിച്ചിട്ട് വേണം നിങ്ങൾ സോൺ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. SC/ST വിഭാഗക്കാർക്കാണെങ്കിൽ അവർക്ക് ഈ എക്സാം എഴുതാൻ പോകുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് യാത്രാ സൗകര്യങ്ങളൊക്കെ ഉണ്ട് എന്നുകൂടി മനസ്സിലാക്കുക. നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ നൽകുന്ന സമയത്ത് അതിന് അപേക്ഷിച്ചാൽ മതിയാവും. നിങ്ങൾക്ക് സൗജന്യമായിട്ട് ട്രെയിൻ ടിക്കറ്റ് ലഭിക്കും, സ്ലീപ്പർ ക്ലാസ് തന്നെ ലഭിക്കും. അങ്ങനെ യാത്ര ചെയ്ത് എത്തി പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയൊരു സാധ്യത കൂടി ഉണ്ട് എന്നൊന്ന് മനസ്സിലാക്കിയിട്ട് നോക്കി ഏതൊരു സോണിലാണ് എഴുതാൻ സാധിക്കുന്നത് അവിടേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ ആപ്ലിക്കേഷൻ നൽകേണ്ടത് RRBയുടെ ഒഫീഷ്യൽ സൈറ്റിൽ തന്നെയാണ്. ശ്രദ്ധിക്കുക, മറ്റൊരു സൈറ്റിലും പോയിട്ട് ലിങ്ക് വഴി കയറാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഒരുപാട് ഫ്രോഡുലൻസ് നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് റെയിൽവേ തന്നെ നിലവിൽ ബോധവൽക്കരണങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ RRBയുടെ ഒഫീഷ്യൽ സൈറ്റിൽ തന്നെ പോയിട്ട് രജിസ്റ്റർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അവിടെ പോയി കഴിഞ്ഞാൽ ഇത് വളരെ എളുപ്പമായിട്ട് ചെയ്യാം. അവിടെ അപ്ലൈ എന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്ലൈ എടുക്കുക. അവിടെ നിങ്ങൾ പുതിയതായിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ, ഇതിനു മുൻപ് RRB എക്സാംസ് ഒന്നും എഴുതിയിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ അവിടെ ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക. സിമ്പിൾ പ്രൊസീജിയേഴ്സ് മാത്രമേ ഉള്ളൂ. അങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്ന് ആ ഒരു അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്ത് കൊടുക്കണം. ലോഗിൻ ചെയ്തതിന് ശേഷം അവിടെ നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഏരിയ ഉണ്ട്. അവിടെ നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്ന എക്സാമിൻ്റെ, അതായത് CEN 05/2024 എന്ന ആ ഒരു പോർഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ അവിടെ ചെയ്യാനുണ്ട്. നിങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ, പേഴ്സണൽ ഡീറ്റെയിൽസും പിന്നെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ തെളിയിക്കുന്ന ഡീറ്റെയിൽസും അങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ആധാർ കാർഡ് കയ്യിൽ വേണം. ആധാർ കാർഡ് സ്കാൻ ചെയ്ത് കൊടുക്കേണ്ടതില്ല. അതിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുത്താൽ മതിയാവും. പിന്നെ നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കണം. നിങ്ങൾക്ക് ഈ റീഫണ്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണത്. അപ്പോൾ നിങ്ങളുടെ പാസ്ബുക്ക് ഒക്കെ എടുത്ത് കയ്യിൽ വെച്ചതിന് ശേഷം വേഗത്തിൽ ഇത് ചെയ്യാൻ ശ്രദ്ധിക്കുക. എല്ലാം അടുത്ത് വെച്ചതിന് ശേഷം രജിസ്ട്രേഷനിലേക്ക് കടന്നാൽ മതിയാവും. അപ്പോൾ കുറച്ച് ഡീറ്റെയിൽസ്, ബാങ്കിങ് ഡീറ്റെയിൽസ് ഒക്കെ അവിടെ എൻ്റർ ചെയ്യാനുണ്ട്. അപ്പം പാസ്ബുക്ക് കയ്യിൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നീട് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് എൻ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിത് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നതിന് മുൻപ് തന്നെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം തന്നെ സ്കാൻ ചെയ്ത് PDF രൂപത്തിലാക്കി വെക്കാൻ ശ്രദ്ധിക്കുക. 500 KB താഴെയായിരിക്കണം സൈസ്, അത് ശ്രദ്ധിക്കുക. അങ്ങനെ ആക്കി വെച്ചതിന് ശേഷം നിങ്ങൾ ഈ പ്രോസസ്സിലേക്ക് കടന്നാൽ മതിയാവും. പ്രോസസ്സൊക്കെ വളരെ സിമ്പിളാണ്. ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധാപൂർവം ചെയ്യുക. ഒന്നും തന്നെ തെറ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് ആപ്ലിക്കേഷൻ റിജക്ഷനിലേക്കൊക്കെ നയിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ ഇത് രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക. അതിനുശേഷം വെയിറ്റ് ചെയ്യുക. ഇതിൻ്റെ ഫീസ് എപ്പോഴാണോ നിങ്ങൾക്ക് അടയ്ക്കാൻ പറ്റുക എന്നതിനെ സംബന്ധിച്ച് പിന്നീട് നിങ്ങളിതിൽ നൽകുന്ന ഇമെയിൽ ID-യിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്കോ ഇതിൻ്റെ അപ്ഡേഷൻസ് ഒക്കെ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇമെയിൽ ID അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ആ ഒരു നമ്പർ തന്നെ എൻ്റർ ചെയ്യുക. ഒരു കാരണവശാലും പിന്നീട് നമ്പറോ ഇമെയിൽ ID-യോ മാറ്റാനായിട്ട് സാധിക്കുന്നതല്ല. അതുകൊണ്ട് അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ കൂടുതൽ ഇതിനെക്കുറിച്ച് ബോധർ ചെയ്യേണ്ട കാര്യമില്ല, വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വളരെ പെട്ടെന്ന് തന്നെ ഈ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഒരുപാട് താമസിച്ച് കഴിഞ്ഞാൽ പിന്നെ അവസാനത്തേക്കൊക്കെ എത്തുമ്പോൾ ഈ സൈറ്റൊക്കെ ഹാങ് ആവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അധികം സമയം കളയാതെ വരും ദിവസങ്ങളിൽ തന്നെ ഈ ഒരു രജിസ്ട്രേഷൻ പൂർത്തിയാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്നും ഷെയർ ചെയ്ത് നൽകുക. ചാനലിലെ കൂടുതൽ വീഡിയോസ് ലഭിക്കാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.